ഈ നിമിഷപ്രിയയുടെ കാര്യത്തിലുണ്ടായ സംഭവത്തിൽ നമുക്കറിയാം അസാധ്യം എന്ന് കരുതാവുന്ന ഒരു ഡിപ്ലോമാറ്റിക് മിഷനാണ് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം യമൻ എന്ന് പറയുന്ന രാജ്യം രണ്ട് സർക്കാരാണ് ഭരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു സർക്കാർ, മറ്റു ഭാഗത്ത് ഒരു റിബൽ സർക്കാരും ഭരിക്കുന്നു. അട്ടിമറിയിലൂടെ അവിടെ ഭരണം പിടിച്ചെടുത്ത ഹൂത്തികൾക്ക് നിയന്ത്രണമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പറയുന്ന നിമിഷപ്രിയ ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഹൂത്തികളെ ലോകസമൂഹം, ലോകരാജ്യങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല, UN അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യയും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യ അംഗീകരിക്കാത്ത ഒരു ഭരണകൂടത്തിന് കീഴിലുള്ള ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മിഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ചാനൽ ഓപ്പറേഷനിലൂടെ നടക്കില്ല. പിന്നെയുള്ളത് ബാക്ക് ചാനൽ ഓപ്പറേഷൻസ് ആണ്. അങ്ങനെ എന്തെങ്കിലും ബാക്ക് ചാനൽ ഓപ്പറേഷൻ നിമിഷപ്രിയയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. സുപ്രീം കോടതി ചോദിക്കുമ്പോൾ പറയുന്നത് സർക്കാർ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, അതിനർത്ഥം ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ആ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് യമനിൽ സൗഹൃദങ്ങളുള്ള, ബന്ധങ്ങളുള്ള കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വ്യക്തിപരമായി അദ്ദേഹം ഇടപെടുന്നതും ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഹോപ്പുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം കാന്തപുരം അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിക്കുകയോ അതിലൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു വേദിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉണ്ടായൊരു സംഭവം, ഇന്നലെ അദ്ദേഹവുമായി ബന്ധമുള്ള ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ വരാൻ പോകുന്നു. അതായത് വധശിക്ഷ ഇപ്പോൾ നീട്ടിവെച്ചിട്ടാണ് ഉള്ളത്, പോസ്റ്റ്പോൺ ചെയ്തിട്ടേ ഉള്ളൂ. നിശ്ചയിച്ച തീയതിയിൽ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ പിന്നത്തേക്ക് മാറ്റിവെച്ചു. ഇപ്പോഴത് വധശിക്ഷ റദ്ദാക്കാൻ ഉള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരിക്കാത്ത, ഈ പറഞ്ഞതുപോലെ സ്ഥിരീകരിക്കാത്തൊരു വാർത്ത വരുന്നു. ഈ സ്ഥിരീകരിക്കാത്ത വാർത്ത വരുമ്പോൾ ഇപ്പോൾ ഈ കാന്തപുരത്തിൻ്റെ മിഷൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ വേറെ കുറേ വെള്ളങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മിഷൻ തുടങ്ങുന്ന സമയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത് സാമുവൽ ജെറോം ഭാസ്കർ എന്നു പേരുള്ള തമിഴ്നാട് സ്വദേശിയായ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, അങ്ങനെ കുടുംബത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, അവരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഇവിടെ ഇടപെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയിലെ ഒരു വിഭാഗം പറയുന്നു അയാൾ ഞങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളല്ല, അയാൾ ഈ കമ്മിറ്റിയിൽ നിന്ന് മുമ്പേ വിട്ടുപോയതാണ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലൊരു റിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഒരു വശത്ത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഔപചാരികം അല്ലെങ്കിൽ ഔദ്യോഗികം എന്ന് പറയാവുന്ന ചില നീക്കങ്ങൾ നടത്തിയിരുന്ന ആളാണ് സാമുവൽ ജെറോം. നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ അയാളോടൊപ്പമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ ഇതിനുവേണ്ടി ഫണ്ട് റേസ് ചെയ്യുന്ന, ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആക്ഷൻ കമ്മിറ്റി തള്ളി പറയുന്നു. അയാൾക്ക് ഇപ്പോൾ ഞങ്ങളുമായിട്ട് ബന്ധമില്ല. ആ ടീം, അതായത് ആ സംഘം, ഈ ആക്ഷൻ കമ്മിറ്റിയിലെ ആ സംഘം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഈ നീക്കങ്ങളെ വെരിഫൈ ചെയ്യുന്നു, അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ ചില മൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന് അവർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആരെയാണ് മാധ്യമങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നാണ് ചോദ്യം. മാധ്യമങ്ങളുടെ മുമ്പിലുള്ള നിസ്സഹായാവസ്ഥ. ഒന്ന്, കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇൻവോൾവേ അല്ല, ഒരു കാര്യത്തിൽ ഇൻവോൾവ് അല്ല. ഇപ്പോൾ ആകെ ഇൻവോൾവ് ചെയ്യുന്നത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്. പിന്നെ ഈ പറയുന്ന സാമുവൽ ജെറോമാണ്. സാമുവൽ ജെറോം ഇപ്പോൾ യമനിലെ സനായിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, താൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ തലാലിൻ്റെ കുടുംബം ഇതിന് വില്ലിംഗ് അല്ല എന്ന് പറയുന്നു. അതേസമയം ഇങ്ങനൊരു നീക്കം നടക്കുന്നതായിട്ട് ആക്ഷൻ കമ്മിറ്റി വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾ ആര് വിശ്വസിക്കും? മാധ്യമങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? അപ്പോൾ സാമുവൽ ജെറോമിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ എന്താണെന്ന് മാധ്യമങ്ങൾ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ സാമുവൽ ജെറോം ഈ കമ്മിറ്റിയുമായി ഇപ്പോൾ ബന്ധമില്ല എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നു. അതിന് പകരം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വാർത്തകൾ നമ്മൾ വാർത്തകളായി കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ പുറത്തുവന്ന വിവരം, വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്ന ഇവിടെ നിന്നാണ്, ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രനിൽ നിന്നാണ്. അപ്പോൾ മാധ്യമങ്ങൾ അങ്ങനെയാണ് വാർത്ത കൊടുക്കുക. കാരണം ഇവിടെ ഇത് വെരിഫൈ ചെയ്യാൻ സർക്കാരില്ല, സർക്കാരിൽ ഇതിൽ ഇൻവോൾവ് അല്ല, യമൻ സർക്കാർ ഇതിനോട് പ്രതികരിക്കുന്നില്ല. പിന്നീട് പുറത്തു വരുന്നൊരു വാർത്ത, അതായത് ഈ പറയുന്ന സാമുവൽ ജെറോമിൻ്റെ വാദങ്ങളെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി എന്ന് പറയുന്നയാൾ, അദ്ദേഹം BBC അറബിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഒരു കാര്യത്തിലും ഒരു കൺസേൺസിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അതേസമയം ഈ സുഭാഷ് ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി പറയുന്നത് എന്താണ്, ഈ സഹോദരൻ ഇക്കാര്യത്തിൽ വിരുദ്ധാഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷേ യമനിലെ നിയമപ്രകാരം, ഈ ശരിയ നിയമപ്രകാരം കൊല്ലപ്പെട്ട ആൾക്ക് വേണ്ടി കൊന്ന ആൾക്ക് മാപ്പ് കൊടുക്കുന്ന അധികാരം, ആ പ്രിവിലേജ് ആർക്കാണുള്ളത്? ഈ കൊല്ലപ്പെട്ടയാളുടെ അനന്തരാവകാശത്തിൽ ആദ്യത്തെ ലെയറിൽ വരുന്ന ആൾക്കാണ്. ശരീഅത്ത് നിയമപ്രകാരം ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പം മാതാപിതാക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് എൻ്റെ അനന്തരാവകാശം. ഭാര്യ, അത് കഴിഞ്ഞ് ഭാര്യ, സഹോദരങ്ങൾ, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഏറ്റവും അടുത്ത അനന്തരാവകാശി എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അവർ ഈ ചർച്ചയിൽ പങ്കാളികളാണ്, അവരുമായി ഈ പണ്ഡിത സംഘം സംസാരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് എവിടെ നിന്ന് ചെയ്യണം, മാധ്യമങ്ങൾ എവിടെ നിന്ന് വെരിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ വെരിഫൈ ചെയ്യാൻ ഒരു സർക്കാരില്ല, യമനിലും സർക്കാരില്ല, യമനിലെ സർക്കാരിന് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. പിന്നെ നമ്മളിവിടുന്ന് വെരിഫൈ ചെയ്യും. നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ആകെയുള്ള മാർക്കും ഈ ആക്ഷൻ കമ്മിറ്റിയും സുഭാഷ് ചന്ദ്രനുമാണ്. സാമുവൽ ജെറോമിൻ്റെ നിലപാട്, അദ്ദേഹം ഈ ആക്ഷൻ കമ്മിറ്റിക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ചർച്ചയെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാവുന്ന ആക്ഷൻ കമ്മിറ്റിയിൽ നിന്നാണ്. ആ വെരിഫൈ ചെയ്ത വാർത്തകൾ നമ്മൾ കൊടുക്കുന്നു. ഇനി അങ്ങനെ വിവരങ്ങൾ കൊടുക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ അതിൽ കുറച്ച് അവധാനത നല്ലതാണ്. അതിന് കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആൻഡ് ലോങ് പ്രോസസ്സാണ്. വളരെ സങ്കീർണമായൊരു പ്രോസസ്സിലെ വിശദാംശങ്ങൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു കൺക്ലൂഷനിലെത്തിയതിന് ശേഷം, ഒരു തീരുമാനമായതിനു ശേഷം ആ വിവരം പറഞ്ഞാൽ മതി. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഈ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികൾക്ക് വേണ്ടി കുറച്ച് വിവരങ്ങൾ കൊടുത്തു കളയാം. അങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ചർച്ചയിൽ അങ്ങനെ വിവരങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കൺക്ലൂസീവായിട്ടുള്ളൊരു പോയിന്റിലെത്തിയതിന് ശേഷം വിവരം അറിയിക്കുന്നതായിരിക്കും കുറേ കൂടി ഉചിതം എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ ഓഫീസും തീരുമാനിക്കുന്നത് നല്ലതാണ് ഈ കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്.